ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ തീയൊന്നും കത്തിക്കാതെ വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കുന്ന നല്ലൊരു കോക്കനട്ട് ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. കുഞ്ഞു മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ കോക്കനട്ട് ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു പാക്കറ്റ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണിത്. നമ്മളിത് ഫുള്ളായിട്ട് എടുക്കണില്ല. അപ്പോൾ ഞാൻ എത്രയും മെഷർമെൻ്റ് എന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഒരു ബൗളിലേക്ക് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്ര അളവ് അതിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കൊക്കെ ചെയ്താൽ മതി. ഞാനിവിടെ 2 കപ്പ് എടുക്കുന്നുണ്ട്. ഈ ഒരു പാക്കറ്റിൽ മൊത്തമായിട്ട് 2.5 കപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള 1/2 കപ്പ് നമ്മൾ മാറ്റി വെക്കും, നമുക്കത് ആവശ്യമുണ്ട്. അപ്പോൾ ഞാനതൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. നമുക്കിതിന് മധുരം ആവശ്യമുണ്ട്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം 1/2 കപ്പ് ഒഴിക്കുന്നുണ്ട്. 1/2 കപ്പ് ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ 1/2 കപ്പ് ഒഴിച്ചത് കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മൊത്തത്തിൽ ഞാൻ 3/4 കപ്പോളം ചേർത്തിട്ടുണ്ട്. ഇത് ഓവർ മധുരമൊന്നുമില്ല കേട്ടോ. നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ ബോൾ ഷേപ്പിൽ നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കൂടുതൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിതാ നല്ല രീതിയിൽ കൈകൊണ്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ട് തന്നെ നമ്മളത് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു 4-5 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 10 മിനിറ്റോളം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ആ 10 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കോക്കനട്ടിലേക്ക് നമ്മൾ ചേർത്ത കണ്ടൻസ്ഡ് മിൽക്കൊക്കെ അബ്സോർവ് ആവും. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് കുഴച്ച് നോക്കുക. ബോൾ പോലെ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പം ഞാനിതാ ഒന്ന് ചെറുതായിട്ട് എടുത്തിട്ട് ബോൾ പോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാനിത് കുഴച്ച് നോക്കിയപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ച് കുറവുണ്ട്, വളരെ കുറച്ച്. അപ്പം ഞാൻ 1 ടേബിൾ സ്പൂണും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് സ്പാച്ചുല വെച്ചിട്ട് നല്ല രീതിയിൽ വീണ്ടും കുഴച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് റൗണ്ട് ചെയ്യുമ്പോൾ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ചേർത്തത്. കറക്റ്റ് മധുരമായിരുന്നു, കൂടുതലായിട്ട് മധുരമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറേ ഒഴിച്ച് കാണുമ്പോൾ തോന്നും ഓവറായിട്ടുള്ള മധുരമാണെന്നുള്ളത്. അത്ര കൂടുതലും മധുരമില്ല, കറക്റ്റ് മധുരമായിരുന്നു. അപ്പം ഞാനിതാ നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബോളാക്കി എടുക്കണം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കൂടി ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത കാരണം ഇപ്പം നല്ല ഷേപ്പായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ, നല്ല ബോളായിട്ട് കിട്ടുന്നുണ്ട്. ഇനി നമുക്കിതിനൊരു ഫില്ലിങ് വേണം. ഞാനിവിടെ ഇങ്ങനെ ഒരു പാക്കറ്റിൽ മൾട്ടിസേഴ്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ചോക്ലേറ്റ് ബോൾസുകൾ. അപ്പോൾ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം ആൽമണ്ട് വെക്കുക, കാഷ്യൂ വെക്കുക, അല്ലെങ്കിൽ പിസ്ത വെക്കുക, അല്ലെങ്കിൽ ഈത്തപ്പഴത്തിൻ്റെ ചെറുതാക്കിയിട്ട് ചെറിയ പീസാക്കിയിട്ട് ഈത്തപ്പഴം വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം ഞാനിതാ ഇങ്ങനെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് വെജിറ്റേറിയൻ്റെ ആണ് കേട്ടോ. ഇനി നമുക്ക് ഓരോന്ന് എടുത്തിട്ട് ബോൾ പോലെ ഷേപ്പാക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് പരത്തി കൊടുത്തിട്ട് നമ്മളെ മൾട്ടിസൈസ് ബോൾ ഉണ്ടല്ലോ, അത് അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മളിത് ബോൾ പോലെ ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. നിങ്ങളിങ്ങനെ ബോൾ പോലെ ഷേപ്പാക്കി എടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ തരി ഓയിലോ ഒഴിച്ചിട്ട് നമ്മുടെ കയ്യിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒട്ടിപ്പിടിക്കുന്ന ഫീൽ ഉണ്ടാവില്ല. ഇങ്ങനെ നമ്മൾ എല്ലാതും ഇതുപോലെ ചെയ്തെടുക്കുകയാണ്. കുറേശ്ശായിട്ട് എടുത്തിട്ട് ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമ്മുടെ കുഞ്ഞു ചോക്ലേറ്റിൻ്റെ ബോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മളിത് റൗണ്ട് ചെയ്തെടുക്കുകയാണ്.
നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു കുട്ടികൾക്കാണ് ഇത് കൂടുതൽ ഇഷ്ടമാവുക. പിന്നെ മധുരം ഇഷ്ടമുള്ളവർക്കൊക്കെ എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമാവും. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും നിങ്ങൾക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചോക്ലേറ്റിൻ്റെ ബോൾസ് വെച്ച കാരണം നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാൻ. ഉള്ളിൽ ക്രഞ്ചിയും പുറമേ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കുമ്പോൾ. ഇപ്പം ഞാൻ എല്ലാ ബോൾസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു മെഷർമെൻറ്റിൽ 13 ബോളാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബാക്കി അരക്കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അരക്കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട്, അതിൽ നമ്മൾ ഇതൊന്ന് റൗണ്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളെ ആ ഡെസിക്കേറ്റഡ് കോക്കനട്ടൊക്കെ അതിൻ്റെ മേളിൽ പിടിക്കും. അപ്പോൾ നമ്മൾ അതൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കാണാനും, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അങ്ങനെ നമ്മുടെ എല്ലാ ബോൾസും ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതിന് ഓവറായിട്ടുള്ള മധുരമൊന്നുമില്ല, നമുക്ക് കഴിക്കാൻ പാകത്തിനുള്ള മധുരം തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഈ മൾട്ടിസേഴ്സിൻ്റെ ബോൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിലുള്ള നട്ട്സുകൾ ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ ഈത്തപ്പഴം വെക്കാം, എന്നാലും നല്ല ടേസ്റ്റി തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ കമൻറ്റ് എഴുതാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിലെ ഓൾ എന്ന ഓപ്ഷൻ വേണം പ്രസ് ചെയ്യാൻ. അപ്പോഴാണ് നിങ്ങൾക്ക് പുതുതായി ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു. ബൈ.